പിന്നെ കമൽഹാസൻ സാറിന്റെ ഇതുള്ള പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്. ഒരു മാറ്റമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട പടങ്ങൾ അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ക്രിട്ടിക്സ് ഉണ്ടാകുമ്പോൾ അത്രയും സൂക്ഷിച്ച് തന്നെ ആൾക്കാർ സിനിമകൾ ചെയ്യാൻ നോക്കും. ഈ കൂട്ടുകാരനെ മാതൃകയാക്കട്ടെ. അല്ലെ, എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സുഹൃത്തുണ്ടാവണം നല്ലതായിരിക്കും. അതെ അതെ. പപ്പടം നാരണ്ട മകനാണെന്ന് ഇയാളെ ഇങ്ങനെ പറയാറില്ല. കണ്ടുപിടിച്ചത് ഓർമ്മ വേണം കേട്ടോ. പിന്നെ ശിശുവിനെ സംബന്ധിച്ചുള്ള അത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പുച്ഛമായിട്ടല്ലേ തോന്നുന്നത്? ഈ ബാക്കി കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ലെന്നല്ല, കാരണം ഞാൻ ആ സിനിമയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സിനിമ എനിക്ക് എക്കാലത്തും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അൽഫോൺസ് തന്നെ അവിടെ ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആ സിനിമയാണ് മലയാളം ഡാൻസ് ക്ലബ്ബ്. ഈ പയ്യനായിരുന്നല്ലേ അത് ചെയ്തിരുന്നെന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് പറയാറുണ്ടായിരുന്നു. അടിച്ചുപൊളി കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ നേരെ വരുന്ന പരിപാടിയായിരുന്നു എനിക്ക്. അപ്പോൾ ഇതുവരെ ചെയ്ത പടങ്ങളിലേക്ക് കിട്ടിയേക്കുന്നത് മരിച്ച പടമുണ്ട്. മരിച്ച പടങ്ങൾ ഫോട്ടോ വയ്ക്കണം. ജർമ്മൻ ഇനി റിസൾട്ടുകളെടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. താങ്ക് യു. ബാലുവിനെ പിടിച്ച് നടുക്കിരുത്താണ്. ബാലുവാണ് എന്റെ അരയൻ. എനിക്കറിയാം. ലാക്കിട്ട് വന്നപ്പോ തന്നെ നമ്മൾ തീരുമാനിച്ചു എന്തും ചോദിച്ചാൽ എന്തിനും മറുപടി വരാൻ തയ്യാറായിട്ടിരിക്കാം. എന്റെ പൊന്നെ, അല്ലാത്ത ചോദ്യം ചോദിക്കല്ലേ. എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ടാവില്ല. സിനിമയുടെ മുന്നോട്ടോ? യെസ്. പുഷ്പക വിമാനം. എനിക്കൊന്നും ഈ സിനിമ തുടക്കം മുതൽ എനിക്ക് ഉല്ലാസമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്ന. ഉല്ലാസ് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. ഉല്ലാസ് ഈ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടാണ്. ഉല്ലാസിനെ നമുക്കറിയാം, ഡയറക്ടറിനെ അറിയാം. പപ്പേട്ടൻ്റെ കൂടെ ദീർഘകാല യാത്ര ചെയ്തിട്ട് സിനിമയാണ്. ഈ സിനിമയിലേക്ക് ബാലു എത്തുമ്പോൾ ഈ സബ്ജക്റ്റ് എനിക്ക് കേട്ടനുസരിച്ച് നമുക്കുണ്ടാവുന്ന പെട്ടെന്ന് ഒരു യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണല്ലോ. ജീവിതത്തിൽ അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ബാലുവിന്? ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ജീവിതവുമായിട്ട് ഒന്ന്? ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ സിനിമയിനകത്ത് പറഞ്ഞു പോകുന്നൊരു സമയം ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അറിയാം, പ്രേക്ഷകർക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ സിനിമയുടെ ഒരു മെയിൻ, ഇപ്പം എന്നെ അട്രാക്ട് ചെയ്ത മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ടൈം ലൂപ്പ് പോലത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് നമ്മുടെ സിനിമയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങനൊരു വിഷയം ഇതുവരെ ഇവിടെ പറയാത്തൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു സീൻ തന്നെ ചിലപ്പോൾ നമ്മൾ 2-3 തവണ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് വളരെ പുതുമയുള്ളൊരു പരിപാടിയായിരുന്നു. ഇതെങ്ങനെ സിനിമയിൽ കാണാൻ ഇതെങ്ങനെ ഉണ്ടാവും, അത് ഇങ്ങനത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സാധാരണ പ്രേക്ഷകനാണെങ്കിൽ ഞാൻ സിനിമ കാണാൻ വേണ്ടി പോവുമോ എന്നൊരു സംഭവം തന്നെ എനിക്കുണ്ടായ ചോദ്യം അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇതായിരുന്നു. അങ്ങനത്തെ ഒരു സിനിമ വന്നാൽ എനിക്ക് എന്തായാലും എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മിനിറ്റ് ഒന്ന് അങ്ങോട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം ജീവിതം മാറിപ്പോയാനെ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ഇതിനു മുമ്പ് വേറെ രീതിയിലായിരുന്നെങ്കിൽ മൊത്തം വേറെ രീതിയിലായി പോയാനെ എന്നുള്ളൊരു അവസ്ഥകളൊക്കെ ഡെഫിനറ്റ്ലി ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ മുമ്പ് തിരിഞ്ഞ് ഒരാളെ മിസ് ചെയ്യില്ലായിരുന്നു, കാണായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ അയാളെ മിസ്സായില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു തന്നെ. നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് തന്നെ മാറിപ്പോകുന്ന വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. ബാലു സബ്ജക്റ്റ് കേട്ടുമ്പോൾ ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു കഥാപാത്രമാണിത് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുമല്ലോ. എനിക്ക് പറ്റിയ കഥാപാത്രം തന്നെയാണ് എന്ന് ചിന്തിക്കാൻ ഒരു കഥയോടുള്ള ഇഷ്ടമാണോ? ഡെഫിനറ്റ്ലി ഈ കഥയോടുള്ള ഇഷ്ടമാണ്. കാര്യം ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ പരിപാടി, ഇതൊരു ടോട്ടൽ അങ്ങനെ ഭയങ്കര ഒരു എക്സ്പെരിമെന്റ് സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഇങ്ങനെ എടുക്കണം എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ പുതിയതാണ്, വളരെ പുതുമയുള്ള സംഭവമാണ്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സംഭവം, പക്ഷെ ഒരു മിനിറ്റ് മുമ്പ് ആണ് ഇയാൾക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഇതെല്ലാം ടോട്ടലി വേറെ രീതിയിലേക്ക് മാറാം, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ടോട്ടലി എങ്ങനെ വേറെ രീതിയിലേക്ക് മാറാം എന്നുള്ളൊരു സംഭവമാണ്. അത് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുന്ന നിലയിലേക്ക് ചിന്തിക്കപ്പെടുന്നു. നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടായ അനുഭവമായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും അപ്പോൾ വേണം ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഒരു പ്രേക്ഷകൻ സിനിമയ്ക്ക് ഒന്ന് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ
ഒരു മിനിറ്റ് മുമ്പായതെങ്കിൽ ചിലപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി അവിടെ വരാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ഒരു അവസ്ഥയിലൊക്കെ വേണമെങ്കിൽ പെട്ടു പോകാൻ പറ്റും ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. സിജു, നമ്മളിപ്പം ലാസ്റ്റ് ഇരുന്നത് ഈ സിനിമയ്ക്കായിരുന്നു പഞ്ചവത്സര പദ്ധതി. സിനിമകൾ ഇങ്ങനെ കുറെ സിനിമകൾ ഇനി ഇറങ്ങാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? സിജുവിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയതെല്ലാം നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രഷർ ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കഥകൾ തന്നെയാണ് നമുക്കറിയാം. ഉല്ലാസമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഡയറക്ടറിന്റെ ഒരു കണക്ഷൻ? ഉല്ലാസിന് എനിക്ക് സ്റ്റോറി ഇങ്ങനെ നറേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് നമ്മൾ എന്താ പറയുക, ഒരു കഥയും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് തയ്യാറാവുന്ന സമയത്ത് നമ്മൾ ഇദ്ദേഹം എന്താണ് ചെയ്തേക്കണം എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ. അപ്പോഴാണ് പറഞ്ഞത് ഇദ്ദേഹം പപ്പേട്ടൻ്റെയും പത്മരാജൻ സാറിൻ്റെയും പത്മരാജൻ സാറല്ല പത്മകുമാർ സാറ് പത്മകുമാർ സാറിൻ്റെയും അതുപോലെ തന്നെ മേജർ രവി സാറ്, അതുപോലെ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ സ്റ്റോറി കേൾക്കാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ നറേഷൻ പുള്ളി ഹോൾ സ്റ്റോറി നറേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അസോസിയേറ്റ് ആയതുകൊണ്ട് തന്നെ ഷോട്ട് ബൈ ഷോട്ട് എല്ലാം വ്യക്തമായിട്ട് പുള്ളിയുടെ മനസ്സിൽ ആ സിനിമ വ്യക്തമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സിനിമ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അൾട്ടിമേറ്റ്ലി നമ്മൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ കേട്ടപ്പോൾ നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും. ബാലുവായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് തേർഡ് വേൾഡ് ബോയ്സ് എന്ന് ഞങ്ങൾ തുടക്കകാലത്ത് നമ്മൾ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനും ആ ഒരു ബലമുണ്ട്. 2014 അതെ, ഞാൻ ഹണീബി കഴിഞ്ഞിട്ട് ഞാനും ബാസിയും കൂടി പോകുന്നത് ഇതിന്റെ തേർഡ് വേൾഡ് ബോയ്സ്, സൗബിയും ഷൈനും അന്നേൻ റസൂല് കഴിഞ്ഞ് വരുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു സുഹൃത്തു വലയം നിങ്ങളുടെ ഇതിനകത്തുണ്ടായി. ഒരുപാട് നാൾക്ക് ശേഷം ഒരുമിച്ച് വർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് സിനിമകളൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് സംഭവിക്കുന്നത്. എന്തിനും ഒരു സമയമുണ്ടല്ലോ. അതെ, ആ സമയം വന്നത് ഈ സിനിമ പുഷ്പവിമാനത്തിനാണ് വന്ന് പെട്ടിരിക്കുന്നത്. നീരജ സുഖല്ലേ? സുഖമാണ്. വന്ന നമ്മൾ കുറേ ആയിരുന്നിട്ട് അല്ലേ? നമ്മൾ ലാസ്റ്റ് ഇരുന്ന സിനിമ നമ്മള് കർണൻ നെപ്പോളിയന്റെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് പിന്നെ കുറവാ സിനിമകൾ ഉണ്ടായിരുന്നില്ലേ? സിനിമകൾ അതിനുശേഷം ഒരു 2-3 പടം ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്ന് ചിന്തിച്ചോ? അങ്ങനെ എന്താണ് സിനിമകളില്ല. ബേസിക്കലി നമ്മൾ എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ബ്രേക്ക് ത്രൂ കയറി വന്ന ഒരു ആക്ടർ ഒന്നല്ല. നമ്മളിപ്പം സ്ട്രഗ്ലിംഗ് സ്പേസ് തന്നെയാണ്. അപ്പോൾ വരുന്ന പടങ്ങൾ വൃത്തിയിൽ ചെയ്യുക, ചില പടങ്ങൾ നമുക്ക് ചെയ്യാൻ തോന്നൂല, അപ്പോൾ ചെയ്യാതിരിക്കുക, ടൈം എടുത്ത് വൃത്തിയിലെ പടങ്ങൾ ചെയ്തു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സിനിമയിലേക്ക് വരുന്നത് ആരാണ്? ഉല്ലാസേട്ടൻ ത്രൂ ആണ് വരുന്നത്, ഗൂഗിൾ ത്രൂ ആണ് വരുന്നത്. അപ്പോൾ ഉല്ലാസേട്ടനാണ് വന്ന് കഥ പറയുന്നത്. കഥ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു പുതുമ ഫീൽ ചെയ്തു. പിന്നെ ക്യാരക്ടറും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. ACP സ്റ്റീഫൻ ഒരു പോലീസിന്റെ ക്യാരക്ടറാണ്. അദ്ദേഹം പോകുന്ന റൂട്ടും പരിപാടിയും പിന്നെ ഇവരായിട്ടുള്ള എൻകൗണ്ടർ അതൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിട്ട് ഫീൽ ചെയ്തു സ്ക്രിപ്റ്റിൽ. അപ്പോൾ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പോലീസ് വേഷം ഇതിനു മുമ്പ് ചെയ്തിട്ടോ? ഞാൻ നേരത്തെ മുമ്പ് ഞാൻ പറയുന്നു, അതായത് ആദ്യം ചെയ്ത് കോൺസ്റ്റബിൾ ആയിട്ടായിരുന്നു, പിന്നെ SA ഇപ്പൊ ACP ആയിട്ടുണ്ട്. അപ്പൊ പ്രൊമോഷനാണ് കിട്ടുന്നത്. കാര്യങ്ങളൊക്കെ മുമ്പോട്ടാ സിനിമയിൽ അതുപോലെ തന്നെ പ്രൊമോഷൻ ലഭിക്കട്ടെ. ആവട്ടെ, താങ്ക് യു. തീർച്ചയായിട്ടും അങ്ങനെ. പക്ഷേ എനിക്കറിയാം, ഒരിക്കലും നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ട് പറയാതെ അല്ലെ, നമുക്ക് എന്തെങ്കിലും ടോവിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയാം, അതൊന്നും പറയാതെ തന്നെ സിനിമയിൽ മറ്റേ സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി പോകാനുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇത് തന്നെ കണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലേ, എന്തായാലും ടോവിയുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഏത് സിനിമയിലേക്കും കയറാവുന്ന ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അത് വേണ്ട എന്ന് വെച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെയല്ലേ ഒരു യാത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പിന്നെ എപ്പോ കിഡ്സിന്റെ ഒരു സംഭവം എല്ലാവരും പറയാൻ കളയാന്ന് വെച്ചാൽ അവർ വരുമ്പോൾ തന്നെ അവർക്ക് കുറെ അവസരം കിട്ടുന്നു എന്ന സംഭവമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ടിങ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ടോവി ത്രൂ ഞാൻ വന്നാലും അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ വരുന്നു. ടോവി സഹായിക്കുന്നുണ്ട്, എല്ലാവരും സഹായിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ സിനിമ എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. പക്ഷെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വരാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരാൻ പറ്റും. പെട്ടെന്ന് പ്രൊജക്ടുകളൊക്കെ വരുമായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവർ ക്യാമറയുടെ മുമ്പ് പോയി വെറുതെ നിന്നാൽ പോരല്ലോ, അഭിനയിക്കണമല്ലോ, അവർ എഫേർട്ട് എടുക്കണമല്ലോ. ആ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് വന്ന് നിൽക്കുന്നത്. അതെ തീർച്ചയായും.
ഇത് നമ്മളെല്ലാവരും ഇപ്പം എനിക്ക് ബാലു ആണെങ്കിലും ബാലുവിനും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടാണ്, സിനിമ കുടുംബ ബാക്ക്ഗ്രൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ സിനിമയെ ചുമ്മാ ക്യാമറ മുമ്പിൽ പോയി നിന്നാൽ പോരല്ലോ, അത് കൃത്യമാണ്. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുടുംബത്തിലുള്ള എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുമല്ലോ. എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നവരായിരിക്കില്ലേ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയില്ല. ഇപ്പൊ നമ്മുടെ ആഗ്രഹവും നമ്മുടെ എഫേർട്ടും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ തേടി വരില്ല, നമ്മൾ സിനിമയെ തേടി പോകും. അതിന് യാതൊരു മാറ്റമില്ല. നമുക്ക് സിനിമ അടുത്ത അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ മറ്റൊരാളെന്നുള്ള സിനിമയ്ക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ സിനിമയെ തേടി പോയിക്കൊണ്ടേയിരിക്കണം, അത് തന്നെയാണ് ഇതിനകത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം സിനിമയിൽ പ്രൊമോഷനാണ്, കോൺസ്റ്റബിളും SIO ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രൊമോഷൻ ഈ അതായത് ആക്ടർ എന്ന നിലയിൽ വന്നു. ഇനി സിനിമയിലും അതേപോലെ പ്രൊമോഷൻ ഉണ്ടാകട്ടെ ഈ സിനിമ കഴിയുമ്പോൾ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അതാണ് സിജു പറഞ്ഞത്. ഈ സിനിമ കഴിയുമ്പോൾ അവരെ മാത്രമല്ല എനിക്കും എല്ലാവർക്കും പ്രൊമോഷൻ എനിക്കും വേണം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും വേണം. അല്ല, എല്ലാവർക്കും ഗുണകരമാണല്ലോ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ. അൾട്ടിമേറ്റ്ലി അതില് ഞങ്ങൾക്ക് മാത്രമല്ല, എന്റെ പ്രൊഡ്യൂസറിനും കിട്ടിയാലും അടുത്ത സിനിമയിലേക്ക് ഒരാളവർക്കുള്ളൂ, എല്ലാവർക്കും അല്ല, കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകനും അവർ സ്പെൻഡ് ചെയ്ത പൈസക്കുള്ള ഒരു മൂല്യമുള്ളൊരു സിനിമയാവണമല്ലോ, അതും വേണം. ഉറപ്പാണ്. വലു ചില സിനിമകൾ പാളിപ്പോകുന്നു, ചില സിനിമകൾ വിജയിക്കാതെ പോകുന്നു. അത് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ സിനിമ എല്ലാം നല്ലതാണെന്ന് ഓർത്ത് തന്നെയാണ് പോയി ചെയ്യുന്നത്. നമുക്ക് ആ സബ്ജക്റ്റ് നമുക്ക് ചെയ്യുന്നത്. അങ്ങനെ പാളിപ്പോകുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ബാലുവിന്? ചില സിനിമകൾ പാളിപ്പോകുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മള് അത് പടം നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും നോക്കുന്നത്. ചില സിനിമയുടെ തലയെഴുത്ത് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പല സംഭവം ഒരു പെർട്ടിക്കുലർ സംഭവം മാത്രമല്ല, ഒരുപാട് പേരുടെ ഇൻപുട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വർക്കാവാത്ത എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ക്ലാസിക്കുകൾ എന്ന് പറയുന്ന സിനിമകൾ തന്നെ അന്നത്തെ ഹിറ്റുകളല്ല അല്ലേ, അന്നത്തെ ഹിറ്റുകളല്ല. പക്ഷെ അത് പിന്നീട് എന്താ പറയുക, അഭിപ്രായങ്ങൾ വരികയും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നതാണ്. അതിങ്ങനെ ഓരോന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ ജോലി വൃത്തിക്ക് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ദൈവത്തിന്റെയും പിന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും കയ്യിലാണ്. അതെ, പ്രേക്ഷകർ എന്തായാലും വിധി എഴുതാൻ സിനിമയെ കുറിച്ച് പറയാൻ കറക്റ്റ് അറിയാവുന്ന പ്രേക്ഷകർ തന്നെയാണ് ഉറപ്പായിട്ടും. മലയാളി പ്രേക്ഷകർ ഒരു മാറ്റമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറയാൻ ധൈര്യമുള്ള പ്രേക്ഷകരാണ്. അത് തന്നെയാണ് നമുക്ക് നമ്മളുടെ മലയാള സിനിമയിലും ക്വാളിറ്റി സിനിമകൾ ഉണ്ടാവുന്നതിന്റെ മെയിൻ റീസൺ തന്നെയാണ്. അത്രയും ക്രിട്ടിക്സ് ഉണ്ടാകുമ്പോൾ അത്രയും സൂക്ഷിച്ച് തന്നെ ആൾക്കാർ സിനിമകൾ ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനകത്ത് കുറേ അത് എല്ലാം പ്രോപ്പറായിട്ട് വർക്കാകുമ്പോൾ അത് നല്ല ഗംഭീര വലിയ സിനിമകളിലേക്ക് അത് മാറും. ചെറിയ പടമാണെങ്കിൽ ചിലപ്പോൾ വലിയ പടമായിട്ട് തന്നെ മാറും. തീർച്ചയായും ചെറിയ പടങ്ങളിലൊക്കെ വിജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്തുമാത്രം വിജയങ്ങളാണ് ചെറിയ പടങ്ങളുണ്ട്. അത് ആ ആക്ടർമാരൊന്നും നോക്കിയിട്ടില്ല, പടം ആ കഥ എന്നൊരു കാമ്പുണ്ടെങ്കിൽ സിനിമ വിജയിക്കുന്ന കാര്യത്തിലൊരു സംശയമില്ല. പിന്നെ നമ്മൾ അഭിനയിച്ച് വെക്കുന്നത് പോലെ ആയിരിക്കും. ബാലുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ക്യാരക്ടറിന്റെ പേരും കാര്യങ്ങളും ഒന്ന് പറയും. അതിൽ എനിക്ക് തോന്നുന്ന ക്യാരക്ടർ കണ്ടിട്ട് എല്ലാം ഓട്ടി നിൽക്കുന്നുണ്ടോ? ഇതില് ക്യാരക്ടറിന്റെ പേര് ആഗ്രഹം എന്നാണ്. ആഗ്രഹം. അതെ അതെ. ഇയാളങ്ങനെ പറയാൻ ആഗ്രഹിക്കാറില്ല. പപ്പടം നാരായണന്റെ മകനാണെന്ന് ഇയാളെ അങ്ങനെ പറയാറില്ല. ഇയാള് ആഗ്രഹം തന്നെ പറയാറുള്ളൂ. അപ്പോൾ ആഗ്രഹം സുജു ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഇയാളുടെ വലിയ സുഹൃത്താണ്. അപ്പോൾ ഈ ക്യാരക്ടറിന് സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും അതിനകത്ത് ഇയാള് റിവോൾവ് ചെയ്ത് നിൽക്കുന്ന ഇയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരിൽ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളാണത് സിനിമ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. ഇത്തരം ഒരു സബ്ജക്ട് നേരത്തെ നമ്മൾ പറഞ്ഞതെന്ന് തന്നെ നടക്കുന്നത്. നിങ്ങൾ രണ്ടുപേരാണ് ഇതിനകത്ത് ഏറ്റവും അടുത്ത് സുഹൃത്തുക്കളായിട്ട് മാറുന്നത്. ഇദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു വീഴ്ചയിലും വളർച്ചയിലും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ എന്തുമാത്രം ഈ സിനിമയിൽ പാരകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ നായകന്? പാരകളോ സിനിമയിലാണോ? സിനിമയിലെ കഥാപാത്രം എന്ന നില പാരകളൊന്നും വെച്ചിട്ടില്ല. ഇല്ല, സാഹചര്യം മൂലം ഇയാൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നത്തില് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അപ്പൊ അത് ഒരു നല്ല സുഹൃത്ത് എങ്ങനെ ഇരിക്കണം എന്ന് ഈ ആഗ്രഹത്തിന് കോമഡി പേരൊക്കെ ആണെങ്കിലും പക്ഷെ ഇയാള് വളരെ നല്ല സുഹൃത്തായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ചെയ്തപ്പോഴും ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും വളരെ നല്ല സുഹൃത്തായിട്ട് തന്നെ തോന്നിയത്. കാര്യം ഇയാൾക്ക് ഇത്രയും വലിയ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഇയാളുടെ കൂടെ തന്നെ ഞാനും കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഇയാൾ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ് ആഗ്രഹം. പ്രേക്ഷകർ ഈ കൂട്ടുകാരനെ മാതൃകയാക്കട്ടെ.
അല്ല, എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സുഹൃത്തുണ്ടാവണം നല്ലതായിരിക്കും. അതെ അതെ. അവിടെ എന്തുണ്ട് അതെ അതെ എന്ന് പറയല് രണ്ടർത്ഥമുണ്ടോ. പോലീസുകാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. പോലീസുകാരെ അന്വേഷണത്തിൽ വരുമ്പോൾ വഴി തെറ്റിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതാണ് അതെ അതെ എന്ന് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിച്ചു അന്വേഷണത്തിൽ. അതാണ് അതെ അതെ എന്ന് പറഞ്ഞത്. അറിയില്ല, ഇറങ്ങിയിട്ടില്ല. അവിടെ അങ്ങനെ നിൽക്കാണ്. ഇറങ്ങി വാ, ഒഴിഞ്ഞു പോ. അതിനുവേണ്ടി നമുക്ക് കൂടാത്രത്തിന്റെ സമയം കൂടാത്രം വേണ്ടി ചെയ്തേക്കാം. രാഷ്ട്രീയക്കാർക്ക് കൂടാത്രമുള്ള സമയമാണ്. ആ കൂടാത്രം കൂടെ കൊണ്ട് വേണ്ടി വെക്കാം. ഇറങ്ങി പോകാൻ ആ കഥാപാത്രം അങ്ങനെയാണോ? വേണ്ടല്ലോ അല്ലേ? ഷിജു ഇപ്പം എനിക്കറിയാം ഷിജുവിനെ കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു നായകൻ എന്ന പരിവേഷം കിട്ടി വിനീത് സാറ് കൊണ്ടുവന്നു. ആ സമയത്തൊക്കെ എനിക്കറിയാം ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വിനീത് സാർ ഈയിടയ്ക്ക് വരെ പല കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്, പല മീറ്റിങ്ങിലുമുണ്ട്. ഷിജുവിനെ സംബന്ധിച്ചുള്ള അത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പുച്ഛമായിട്ടല്ലേ തോന്നുന്നുള്ളൂ? പുച്ഛമല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ സിനിമയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്കി കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ലെന്നല്ല, അത് വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ എന്നെ സ്ട്രെസ്ഡ് ആക്കി അങ്ങനത്തെ പരിപാടികളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമകളിലും കഥാപാത്രങ്ങളിലും ആ കാര്യങ്ങളിലും വേണ്ടിയിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ തന്നെ പറയുന്നവർ പറയട്ടെ. അതായിരിക്കും. കാരണം ഞാൻ ആ സിനിമയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സിനിമ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എനിക്ക് എക്കാലത്തും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ലിവിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിന് തിരശ്ശീലയിൽ ജീവൻ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും വലുതല്ല ഇതൊന്നും. പിന്നെ ഓഡിയൻസ് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമയിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം നന്നായി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും വേറെ ഒന്നുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആ പോസിറ്റീവ് മൈൻഡ് തന്നെ എടുക്കുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഈവൻ ഒരു സിനിമ ഫെയിലിയർ ആയിക്കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്ന അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പ്രശ്നങ്ങൾ ഞാൻ ഇറങ്ങിയ സമയം ഇതെല്ലാം ബാധകമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ പറയുന്ന പോലെ തന്നെയാണ്. അതായത് ചിലപ്പോൾ ആ സിനിമ ഇന്ന ടൈമിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സക്സസ് ആയിരുന്നു നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ഈ പറയുന്ന പോലെ ഒരു മിനിറ്റ് മുമ്പ് അവിടെ എത്തപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിതം വേറെ രീതിയിൽ മാറിയാണ്. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലരും ചിന്തിച്ചേക്കുന്നതായിരിക്കും. നമ്മുടെ നോർമൽ ലൈഫിൽ തന്നെ സാധാരണക്കാരായ എല്ലാവരും നമ്മൾ ഇപ്പോൾ ടൈമിൽ അവിടെ കറക്റ്റ് എത്താൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബാങ്ക് ലോൺ, അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഒരു ബാങ്ക് ലോൺ, ചിലപ്പോൾ ഇയാളുടെ മാനേജറിൻ്റെ സൈൻ കിട്ടിയാൽ മതിയാവും. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് മിസ്സായിട്ടുണ്ടാവും, വേറെ ദിവസത്തേക്ക് മാറി, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും. ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നിമിഷം മാറിയതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിലും ഡിസ്കസ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ നേരിടും. ഒന്ന് കൈപിടിച്ച് ഉയർത്തിയ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരുടെ പേര് ശിശുവിന് പറയാൻ പറ്റും? ഒരുപാട് പേരുണ്ട്. ഒരാളുടെ പേര് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ സിനിമയുടെ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് കയറാനുള്ള ആഗ്രഹം ഞാൻ അൽഫോൺസിൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പോൾ അൽഫോൺസ് തന്നെ അവിടെ ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു. അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാം ഡിപ്പെൻഡൻ്റാണ്. പിന്നെ ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും വരും. ഈവൻ വിനയൻ സാർ വരെ ലാസ്റ്റ് ഇതിൽ വരുമ്പോൾ വിനയൻ സാർ വരും. അത്രയും വലിയൊരു സിനിമ എൻ്റെ ഷോൾഡർ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിക്കുക, ആ ഒരു കോൺഫിഡൻസ് സാറിന് വരിക എന്ന് പറയുമ്പോൾ അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു സിനിമ കൊണ്ട് എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു നായക നടൻ എന്നുള്ള രീതിയിലേക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. ഓരോ സിനിമകളും ആദ്യ സിനിമ വിനീതിൻ്റെ അതുപോലെ തന്നെ എൻ്റെ ആ സിനിമയാണ് മലയാളം ഡാൻസ് ക്ലബ്ബ്. ആ ഒരു സിനിമ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓഡിഷൻ പങ്കെടുത്ത് അൽഫോൺസ് പങ്കെടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഓഡിഷനിൽ പങ്കെടുത്ത് ആ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റാണ്, അതിൽ തന്നെ അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓരോ സിനിമ ചെയ്ത ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ, മദർ, ഇവരെല്ലാവരും വരും. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടത്. ഒരാളെ മാത്രമായിട്ട് എല്ലാവരും നമ്മളെ കൂട്ടിപ്പിടിച്ചവരാണ്. അതെ.
നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്തും ഇഷ്ടമായിരിക്കും. അതാണല്ലോ, ചേർത്ത് പിടിക്കാൻ ആൾ വേണം, എന്നാലേ ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് അജയ് മഹേശ്വരി എന്നാണ്. അജയ് മഹേശ്വരി എന്നാണ്. മഹേശ്വരി ഇതെല്ലാവർക്കും ഇങ്ങനത്തെ പേരുകളല്ലോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ സംവിധായകൻ്റെ കയ്യിലാണ്. തിരക്കഥാകൃത്തും സംവിധായകനൊക്കെ ആയിട്ട് തീരുമാനിച്ച പേരുകളാണ്. അജയ് മഹേശ്വരി എന്നാണ്. മഹേശ്വരി എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേരാണ്, അമ്മയാണ് വളർത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പേര് ഇട്ടിട്ട് അമ്മപ്പുള്ള എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതാണ് കഥാപാത്രം. പിന്നെ നേഴ്സായിട്ടാണ്, നേഴ്സിൻ്റെ കഥാപാത്രമാണ്. ഞാൻ പഠിച്ചത് നേഴ്സിംഗ് ആണ്, പക്ഷെ സിനിമയിലധികം ആ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്യുന്നില്ല. അദ്ദേഹം നേഴ്സാണെന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പോകുന്നത്. കഥ വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ. ഈ പേര് നമുക്ക്, ഈ പുഷ്പവിമാനം നമുക്ക് കമലഹാസന്റെ സിനിമയാണ് നമ്മുടെ ഓടിയെത്തുന്നത്. ഈ പേര് വന്നപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായത്? നമുക്ക് ഞാൻ ഉല്ലാസിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, പ്രൊഡ്യൂസർ പേര് നിശ്ചയം ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു ബാലുവിന്? അല്ല, നമുക്ക് ഈ സിനിമയായിട്ട് ശരിക്കും ഒരു പുരാണ പേര് എന്നുള്ള രീതിയിലൊരു സംഭവമൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറേ കൂടി കണക്റ്റ് ആവും തോന്നുന്നു പേര്. പറഞ്ഞു വരുമ്പോൾ ഒരു പുരാണ കഥാപാത്രം വരെ ചിലപ്പോൾ പടത്തിൽ വന്നു പോകുന്നുണ്ട്. വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പേര് പടത്തിന് ഓക്കെ ഒരു പേരായിട്ടാണ് തോന്നുന്നത്. പിന്നെ കമലഹാസൻ സാറിന്റെ ഇതുള്ള പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്. അതിലെ പാട്ടാണല്ലോ മഞ്ഞുമൽ ബോയ്സില്. അതുപോലെ കമൽ സാറിനൊക്കെ പോയി കണ്ടിട്ടൊന്നുമില്ല, നേരിട്ട് പോയി കണ്ടിട്ട് നേരിട്ട് പോയി കണ്ടല്ലോ. നാളെ വരുന്നുണ്ട് കമലഹാസൻ. അങ്ങനെയെങ്കിലും എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്റെ പിള്ളേരെ കണ്ടാൻ അല്ല, ഈ ഒരു പേര് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ പേര് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ പുഷ്പവിമാനം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വെഹിക്കിൾ അത് വരാം, അതുപോലെ തന്നെ ട്രാവൽ, ഇതൊക്കെ വരാം. അതായത് ഇയാളുടെ ട്രാവലുണ്ട്, പിന്നെ കുറേ ഓട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന ഇതാണ്. പിന്നെ ഇതിലൊരു സ്ട്രേഞ്ചർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പം അയാളുമായിട്ട് കണക്ടറാണ് ഈ പേര്. ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും സിനിമ കണ്ട് തന്നെ നമ്മൾ ഈ പേര് എത്രമാത്രം ഇതിൽ ചേർന്നാണെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ബാലു, ഇപ്പം പുതിയ പടങ്ങൾ പുതിയ പടങ്ങൾ ഇപ്പോൾ പ്രിൻസസ് സ്ട്രീറ്റ് ഇറങ്ങാനുണ്ട്, ഇതുണ്ട്. പിന്നെ ഞാനും അർജുനും അനശ്വരയും കൂടി ചെയ്തൊരു പടമുണ്ട്. അത് മൂന്നാണ് ഇപ്പം ഇറങ്ങാനുള്ളത്. പിന്നെ പുതിയത് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നു. 20th ദിലീപേൻ്റെ കൂടെ ഒരു പടം, ബബ്ബ എന്നാണ് സിനിമയുടെ പേര്. വിനീതന്റെ അസോസിയേറ്റ് ഡയറക്ട് ചെയ്യുന്ന പടം. നൂറിനൊക്കെ അതെ സ്ക്രിപ്റ്റ് ഉള്ളത് ആ സിനിമ. ധനഞ്ജയ് ഡയറക്ടർ. അതെ അതെ അതെ, ആ സിനിമയാണ് ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഒരു ഒത്തിരി കഥാപാത്രങ്ങൾ പല രീതിക്കാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രായവും അതനുസരിച്ചുള്ള കഥാപാത്രം നമുക്കൊരു ചെയ്യണം. ഇനി കുറെ നല്ലൊരു വേറെ എല്ലാം ചെയ്യുന്ന നല്ല നമുക്ക് വേറൊരു കഥാപാത്രം, വേറെ റൂട്ടൊന്ന് പിടിക്കണം, അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? കർണൻ ഒന്നുമല്ല, ഞാനിപ്പോ ഈ പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി. അല്ല, അങ്ങനെയല്ലേ, നമുക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇൻ ഡിഫറെന്റ് സിനിമകൾ. ഇപ്പോൾ ഈ സിനിമ ശരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു സിനിമയാണ്. ഇതിനിപ്പോൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അങ്ങനത്തെ ഒരു സർവൈവൽ ത്രില്ലർ നമുക്ക് കാണാത്തൊരു ജോണുള്ള പരിപാടിയാണ്. അപ്പോൾ പറയാം, ഒരാളുടെ സർവൈവൽ ആണല്ലോ. അപ്പോൾ അങ്ങനെ പല 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 രീതിയിലുള്ള പടങ്ങൾ ചെയ്യണം, പല പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. പിന്നെ എല്ലാം തേടി വരുന്നതാണുള്ളത്. എല്ലാം കൃത്യം സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബാലു ഏതെങ്കിലും സിനിമ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ ക്യാരക്ടർ പറ്റിയതല്ല എന്ന് തോന്നി, അങ്ങനെ ക്യാൻസൽ ചെയ്ത സിനിമകൾ കാണാം, തീർച്ചയായിട്ടും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പിന്നീട് ആ സിനിമയുടെ ഒരു വിജയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിലൊരു വിഷമം തോന്നാറുണ്ടോ? അല്ല, അതൊരിക്കലും ഇല്ല. ഇപ്പം ചിലപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ അങ്ങനെ വിട്ടേക്കുന്ന പരിപാടി. ഇപ്പോൾ എനിക്ക് ഹണീബിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ. അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹണീബി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യനായിരുന്നല്ലേ അത് ചെയ്തിരുന്നെന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് പറയാറുണ്ടായത്. അപ്പോൾ ഹണീബി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് അങ്ങനെ. ഇപ്പോൾ ഒരു കൊച്ചിക്കാരൻ പയ്യൻ, ഒരു അടിച്ചുപൊളി കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ് നേരെ വരുന്ന പരിപാടിയായിരുന്നു എനിക്ക്. അപ്പോൾ
അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരു പോയിന്റ്. ഇപ്പൊ ആദ്യം എനിക്കത് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ മടിയുണ്ടായില്ല. കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ മാക്സിമം ആൾക്കാർ അറിയണം, ഇങ്ങനത്തെ ഒരു ആക്ടർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണം. അതായിരുന്നു എൻ്റെ ഒരു എയിം. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് വേറെ രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു നോക്കിക്കൊണ്ടെന്ന് വെച്ചാൽ ഇനിയും നമ്മൾ പല പല രീതിയിലുള്ള പരിപാടി ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം വേണം, നമുക്ക് ക്യാരക്ടർ മാറ്റം വേണം, അത് തീർച്ചയായിട്ടും. ഇപ്പം സുജിയാണെങ്കിൽ ചെയ്തത് ഇപ്പം മാറ്റങ്ങളോടുകൂടി സിനിമകൾ ചെയ്ത് ഒരാളുടെ ജീവിതം തന്നെ പകർന്നാടിയ ഒരു വ്യക്തിയാണ്. മാറ്റങ്ങൾ വേണം എന്നുള്ള മാറ്റം നമുക്ക് എപ്പോഴും വേണം. മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരേ ക്യാരക്ടറായിട്ട് പോകരുതല്ലോ. അതുണ്ടാകുന്നുണ്ട് ബാലുവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നും ഓർത്ത് വെക്കാൻ പറയുകയാണെങ്കിൽ ഒരു സിനിമ ഏതായിരിക്കും നമ്മുടെ മനസ്സിൽ ഇത് മാറ്റി നിർത്തിയാൽ? ഞാൻ ചെയ്ത സിനിമകളാണോ അല്ലെങ്കിൽ എന്നും നമ്മൾ പ്രഷറുമായി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമ പറഞ്ഞാൽ നമ്മൾ കണ്ട സിനിമകളാണോ നമ്മൾ ചെയ്ത സിനിമകൾ? ഞാൻ അങ്ങനെ കണ്ടവൻ സിനിമ ചെയ്തേക്കുന്ന ഒരാളല്ല. ചെയ്ത സിനിമകൾ അങ്ങനെ ക്യാരക്ടർ വൈസ് അങ്ങനെയാണെങ്കിൽ കൽക്കിയിലെ ക്യാരക്ടർ ആയിരിക്കും കുറേ കൂടി എനിക്ക് ഭയങ്കര വർക്കായ ഒരു ക്യാരക്ടർ അതായിരുന്നു. KPS ലളിത ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക, അപ്പോൾ പുള്ളിക്കാരുടെ മോനോട് അഭിനയിക്കുക, അതൊക്കെ നല്ലൊരു ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ പടം കണ്ടു കഴിഞ്ഞാലും ക്യാരക്ടർ മരിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു എമ്പതിയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. സിനിമ കഴിഞ്ഞ സമയത്ത് ആളുകൾ പോവാൻ മരിച്ച ക്യാരക്ടർ പറയാം എന്നൊക്കെ പറഞ്ഞ് അതൊരു വേറെ ഫീലാണ്. നമ്മൾ ഒരാൾ മുമ്പ് എൻ്റെ അടുത്ത് മരിച്ച ക്യാരക്ടർ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. ഒരു സിനിമ കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കിട്ടിയപ്പോൾ ആ ഒരു ക്യാരക്ടറിനോടുള്ള ലൈക്കബിലിറ്റിയാണ് എനിക്ക് ഏറ്റവും അധികം ഇതുവരെ ചെയ്ത പടങ്ങളിലേക്ക് കിട്ടിയേക്കുന്നത്. മരിച്ച അഭിനയിച്ച പടങ്ങൾ ചില ആളുകൾ ഇങ്ങനെ മരിച്ചു പോകുന്ന സിനിമകൾ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അവർ നെട്ടിക്കൊണ്ടിരിക്കുക, അയ്യോ നമ്മളില്ലാതെ. അങ്ങനെ ഉണ്ടായിരുന്നു. കൽക്കിയുടെ ലാസ്റ്റ് പ്രൊമോഷനൊക്കെ അപ്പോൾ സെക്കൻഡ് പാർട്ട് പ്ലാനിങ് ഒക്കെ തുടങ്ങി. അപ്പൊ എനിക്ക് ടെൻഷൻ, ഇതിപ്പോ ഇനിയിപ്പോ മറ്റേ വല്ല വേറെ വല്ല അനിയൻ ഉണ്ടായിരുന്നു ദുബായിലായിരുന്നു, പുള്ളി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് സെക്കൻഡ് പാർട്ടിൽ എനിക്ക് തലവെക്കാൻ പറ്റൂല. അല്ല ഫോട്ടോ ഫോട്ടോ വെക്കാമല്ലോ, ഫോട്ടോഗ്രാഫി വെക്കാറുണ്ടല്ലോ. അത് ഫോട്ടോയിൽ ചിലപ്പോ ഓർമ്മകളായിട്ട് ഇറങ്ങി വരാം. ഓ ഈ ലൊക്കേഷനില്, നിങ്ങളുടെ ഈ ലൊക്കേഷനില് ഉണ്ടായ അനുഭവം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ, ഈ നിങ്ങൾ 3 പേരിലുണ്ടായ ഒരു അനുഭവം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഏത് അനുഭവം ഓർത്തെടുക്കും? അയ്യോ ഞങ്ങള് രസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഷൂട്ട് തീരാൻ വേണ്ടി കാത്തിക്കും. തീർന്നു കഴിഞ്ഞപ്പോൾ അനുഭവങ്ങളാണ്. അല്ല, എനിക്കുള്ള ഓർമ്മയുള്ളൊരു അനുഭവം പറയാം. അതായത് ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ പോകും. ഫിസിക്കൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് ആണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരുന്നു. അപ്പോൾ ഇവൻ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷൻ വരുന്ന സമയത്താണ് ഇവൻ വരുന്നത്. ഞങ്ങൾ ഓൾറെഡി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്നാൽ പിന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് വന്ന് ഈ മണലിൽ നോർമൽ ഇതിൽ ഓടുന്ന പോലെ അല്ലല്ലോ, മണലിൽ ഓടുമ്പോൾ പെട്ടെന്ന് ചെയ്യല് ഓടി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പത വന്ന് ആ സൈഡിൽ. ഞാൻ പറഞ്ഞിട്ടില്ല പറ്റാതെ. ഒന്നാമത് ഈ ബോൾ ഈ മണലിൽ തട്ടി കഴിഞ്ഞാൽ ബോൾ പോലും അനങ്ങൂല. ബോൾ അനങ്ങളിലും നമ്മൾ അനങ്ങളില്ലേ, വെറുതെ കുറെ രംഗങ്ങൾ തട്ടി. ഞാൻ പറഞ്ഞേ ബോളിലെങ്കിലും കാലടിക്കുന്ന പരിപാടി, കാലം ഓടിച്ചു. ഫുട്ബോൾ അടിക്കുക, കാലൊടിക്കല്, ഫൈറ്റ് അടക്കി വീണ്ടും കൈയൊടിക്കല്, ഇതന്നെ പരിപാടി. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി ഈവനിങ്ങില് കണ്ണൂരായിരുന്നു ഫുഡും ലൊക്കേഷനും ആളുകളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഉച്ചക്ക് അത്യാവശ്യം നമ്മൾ പുറത്ത് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കും. പിന്നെ വൈകിട്ടാകുമ്പോൾ ഈ ഭക്ഷണമൊക്കെ എത്തിച്ചു കളയാൻ വേണ്ടി എന്തെങ്കിലും വർക്കൗട്ട് ഉണ്ടാവും. ഞാൻ ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു, സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് നേരം ബീച്ചിൽ പോയി ബീച്ചിൽ തൊട്ടടുത്ത് തന്നെ. അതെ, അപ്പൊ ബീച്ചിൽ കളിക്കും, എക്സ്പ്ലോർ ചെയ്തായിരുന്നു. നല്ല കൂടുതലായിരുന്നു. നമ്മൾ എന്നിട്ട് പറയുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴിച്ചല്ലോ, വൈകിട്ട് എന്തെങ്കിലും ചെയ്യണം, ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണം എന്നിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പം ഇവർ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ രതീഷേട്ടൻ്റെ മാൻ അപ്പോൾ പുള്ളി അവനുണ്ടായിരുന്നു ഫുൾ ടൈം. നമ്മൾ ഒരുമിച്ച് ഭയങ്കര രസമായിരുന്നു. ഇതിലേതാ മ്യൂസിക്കോ ക്യാമറ? രാഹുൽ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ. ഇപ്പോൾ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ റൊമാൻറ്റിക് സോങ് ഇറങ്ങിയിട്ടുണ്ട്, റീച്ച് ആയിട്ടുണ്ട്. രവിയേട്ടനാണ് ക്യാമറ. അപ്പോൾ അതും ഉല്ലാസിനൂടെ ഒരുപാട് കാലമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. സമയത്ത് ഉല്ലാസ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് രവിചേട്ടൻ അസോസിയേറ്റ് ക്യാമറമാൻ ആയിരുന്നു. പിന്നെ മേക്കപ്പ് മാനും അങ്ങനെയായിരുന്നു. ഇവര് ടീമായിരുന്നു. ഇവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവർ തമ്മിലൊരു ഭയങ്കര ജെല്ലായിരുന്നു.
അല്ല, ഈ സിനിമക്ക് ശരിക്കും അങ്ങനെ ഒരു ടീമിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കൂടാതെ അങ്ങനെ ഒരു അസോസിയേറ്റ് ബുദ്ധിയുള്ള ഒരു ഡയറക്ടറും വേണമായിരുന്നു. കാര്യം ഇത് ടെക്നിക്കലി ഇത്രയും ഒരു സിറ്റുവേഷൻ തന്നെ 3 പ്രാവശ്യം 3 രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു പുതിയ ഡയറക്ടർ എന്ന് പറഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ബ്രെയിനൊന്ന് കടന്ന് ഓവറായിട്ട് വർക്ക് എടുത്തിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകും. എളുപ്പമല്ല പരിപാടി. കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതേ ഓർഡറിലല്ല. അപ്പൊ അതിനകത്ത് തന്നെ ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് ഈ സിനിമയിൽ മൊത്തം കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കണ്ടിന്യൂറ്റി എത്ര കാര്യമായിട്ട് പിടിക്കണം. അപ്പൊ വേറെ ആര് കണ്ടിന്യൂറ്റി വിട്ടുപോയാലും ഉല്ലാസ് വിടില്ല, അല്ല ഉല്ലാസ് വിട്ടാൽ ചിലപ്പോൾ റിവേട്ടം വിടില്ല. അപ്പൊ ഇവര് തമ്മിൽ പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് ആക്ടേഴ്സിന് എളുപ്പമായിരുന്നു. നമ്മൾ ചിലപ്പം ഡ്രസ്സിനകത്ത് വരെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇഞ്ചി ഇതുണ്ടാവും, അത് മറ്റിൽ വരുമ്പോൾ പുറത്തേക്കായിരിക്കും കിടക്കുന്നത്, കൈയിൻ്റെ പുറത്തേക്കായിരിക്കും കിടക്കുന്നത്, ചിലതിൽ ചെളി ഉണ്ടാവും, അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട്. അത് അപ്പോൾ ഇവരങ്ങനത്തെ ഒരു പ്രോപ്പർ ടീം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പണി ഇത്തിരി എളുപ്പമായിരുന്നു. എന്നിട്ട് വരെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലേ? പിന്നെ ഉല്ലാസിന്റെ അടുത്ത് പോയി ചോദിക്കും. പിന്നെ പുള്ളിക്കാരന് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് എളുപ്പമായിരുന്നു അല്ലേ? നായിക ഒരു പ്രാധാന്യമുണ്ടോ ഈ സിനിമയ്ക്ക്? നമ്രത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നായിക പ്രാധാന്യമുണ്ട്. അതായത് അജയ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്ന ആളാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. കല്യാണം ഉറപ്പിച്ചവരാണോ? കല്യാണം നടന്നിട്ടുണ്ടെന്ന് സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം. അങ്ങനെയല്ല പറയണ്ടേ? തലേന്നറിയോ ബാലു ഞാൻ എല്ലാം മാറിയാണ് ഇപ്പൊ ഇന്റർവ്യൂ കണ്ടില്ലേ? നമ്മള് സിനിമ അങ്ങനെയല്ല നമ്മള് കാണണ്ടേ. അതെ അതെ. പക്ഷെ ഒരു ടീച്ചറെ കണ്ടിട്ട് ഇത്രയും നമ്മളൊന്ന് പിടിച്ചതാ, കണ്ടുപിടിച്ചതാ. ഓർമ്മ വേണം കേട്ടോ, കണ്ടുപിടിക്കാൻ ഭയങ്കര. പിന്നെ എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ ഈ സിനിമ. ഈ പറയുന്നത് പോലെ റിലീസിന് ഒരുങ്ങിയാണ്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഡേറ്റ് 26 ജൂലൈ 26 26 തീയതി, ജൂലൈ 26 തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തിയാണ്. നല്ലൊരു സിനിമ, നല്ല രീതിക്ക് ഇവർ അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. അതിന് പ്രേക്ഷകർ കണ്ടറിയുക. പ്രേക്ഷകർ കണ്ട് ഇവരും അത് അഭിനയിച്ചു വെച്ചു എന്നല്ല പറഞ്ഞാൽ നല്ലൊരു സിനിമയുടെ ഭാഗമായി എന്ന് മാത്രമാണ് ഇവരും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, വിമാനം പോലെ പറന്നുയരട്ടെ ഈ സിനിമ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കൂടെ ഉണ്ടാകും. സിനിമയ്ക്ക് ഉല്ലാസ് അത്രയും വേണ്ടപ്പെട്ടത് നമ്മുടെ സുഹൃത്തു കൂടെയാണ്. അതിനൊപ്പം നിങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഉല്ലാസിൽ ഒത്തിരി ആൾക്ക് ആഗ്രഹമാണ് ഇത് ഡയറക്ഷൻ എന്നുള്ള. ആ സിനിമ പറന്നങ്ങ് ഉയരട്ടെ. താങ്ക് യു. ജർമ്മൻ ഇനി റിസൾട്ടുള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.